വേണുഗോപാലിന്റെ രാഷ്ട്രീയ മാറ്റമാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി കേരളം ഏറ്റവുമധികം ചർച്ച ചെയ്യുന്നത്. കോൺഗ്രസിലെ അവഗണനയാണ് ബിജെപിയിൽ ചേരുന്നതിന് പ്രധാന കാരണമായി പത്മജ പറയുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരും പ്രവർത്തിച്ചവരുമായ വനിതകൾ സ്വന്തം പാർട്ടികളിലെ അവഗണന തുറന്നു പറഞ്ഞിട്ടുണ്ട്. അവഗണനയാണോ വ്യക്തിപരമായ നേട്ടമാണോ പത്മജയുടെ കൂടുമാറ്റത്തിന് കാരണം? ഈ വിഷയമാണ് ഇന്ന് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്. സ്വാഗതം. ബിജെപിയിൽ ചേർന്നതിനു ശേഷം നാട്ടിൽ മടങ്ങിയെത്തിയ പത്മജ വേണുഗോപാലിനെ സ്വീകരിച്ച് നേതാക്കളും പ്രവർത്തകരും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെയും കെ സുരേന്ദ്രന്റെയും നേതൃത്വത്തിലാണ് സ്വീകരണമൊരുക്കിയത്. കോൺഗ്രസിലെ അവഗണനയാണ് പാർട്ടി വിടാൻ കാരണമെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു. കെ കരുണാകരനെയും കോൺഗ്രസുകാർ ചീത്ത പറഞ്ഞിട്ടുണ്ട്. കരുണാകരന് സ്മാരകം നിർമ്മിക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രസ്താവനയ്ക്കെതിരെ കേസ് കൊടുക്കും. കെ മുരളീധരനെയും പത്മജ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. കെ മുരളീധരൻ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. അദ്ദേഹം പല പാർട്ടി മാറി വന്ന ആളാണ്. രാഷ്ട്രീയ ജീവിതവും വ്യക്തി ജീവിതവും വേറെ കാണണം. തന്റെ രാഷ്ട്രീയം വേറെയാണെന്നും തന്നെ വെറുതെ വിട്ടേക്കണമെന്നും പത്മജ പറഞ്ഞു. എത്രയോ ആളുകൾ പാർട്ടി വിട്ടു പോയിട്ടും ഇത്രയധികം കോൺഗ്രസുകാർക്ക് കൊണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്റെ പിതാവ് പോയപ്പോ പോലും എന്റെ പിതാവിനെ ഇതേമാതിരി ചീത്ത പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിന്ന ഒരാളാണ്. കാരണം ഞാൻ ജനിച്ച തൊട്ട് ഇന്നലെ വരെ കോൺഗ്രസുകാരായിട്ട് ജീവിച്ച ആളാണ് ഞാൻ. പക്ഷെ കഴിഞ്ഞ ഒരു 3 കൊല്ലമായി ഞാൻ പാർട്ടിയായിട്ട് അകന്നു നിൽക്കുകയായിരുന്നു. കാരണം ഇലക്ഷനിൽ എന്നെ തോൽപ്പിച്ചത് 2 പ്രാവശ്യം ആരാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ആളെ മുട്ടിയെ ചേരയും കടിക്കണ്ട, ഞാൻ വലിയ പാമ്പും മൂർഖനൊന്നും അല്ലാന്നല്ലേ നിങ്ങൾ പറയണത്, ഞാൻ വെറും ചേരയാണ്. പക്ഷെ ചേരയായാലും നമുക്ക് ഒരു അത്താഴം തീരും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ആൾക്കാർ പറഞ്ഞത് ഞാൻ സത്യം പറഞ്ഞ മൈൻഡ് ഇല്ലെങ്കിലും കോൺഗ്രസിൽ അങ്ങനത്തെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവരൊക്കെ വന്നതോടുകൂടി അത് തുടങ്ങി. എനിക്ക് വിഷമം പറഞ്ഞു വരുമ്പം പ്രസിഡന്റ് പറഞ്ഞ മാതിരി എന്റെ അച്ഛനല്ല പറഞ്ഞു, എന്റെ അമ്മേനെ പറഞ്ഞു. ഞാൻ കരുണാകരന്റെ മകളല്ലാന്ന്. അതിന്റെ അർത്ഥം എന്റെ അമ്മേനെയല്ലേ ഇവര് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ കേസ് കൊടുത്തു. പിന്നെ എന്നെ വഴി തടയും. അങ്ങനെ പേടിക്കുന്ന ആളല്ല ഞാൻ. ഞാൻ പറയാം, ജീവിതത്തില് എന്റെ അച്ഛൻ ജയിലിൽ പോണ കണ്ടിട്ടുണ്ട് ഞാനാണ്. ഇങ്ങനത്തെ 2-3 പിന്നെ ചേട്ടന്റെ സ്വഭാവം എനിക്ക് ഒരു പ്രശ്നമല്ല. കാരണം ചേട്ടൻ എന്ന് പറയണല്ല നാളെ പറയാം. ആള് ഒരു 3-4 പാർട്ടി മാറി വന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ പറയാൻ അവകാശമില്ല. പിന്നെ പറഞ്ഞോട്ടെ ചേട്ടനല്ലേ, ഞാൻ ചേട്ടനെതിരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അദ്ദേഹം മറ്റേ പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ഞാൻ കോൺഗ്രസ്സുകാരിയായിരുന്നു. ഞാൻ എന്റെ ചേട്ടനൊരു വാക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് എന്റെ രക്താണെന്ന് എനിക്കറിയാം. അപ്പൊ ഒന്നാമത്തെ കാര്യം, രാഷ്ട്രീയവും വ്യക്തി ജീവിതം വേറെ വേറെ കാണണം. എന്റെ രാഷ്ട്രീയ ജീവിതം വേറെയാണ്. എന്നെ വെറുതെ അങ്ങ് വിട്ടേക്കുക. ഞാൻ ഇവര് പറയുന്നത് കേട്ടൊന്നും മനസ്സ് വിഷമിക്കുന്ന ആരും വിചാരിക്കണം. എനിക്ക് ഒരു വിഷമവും ഇല്ല. കാരണം ഇതൊക്കെ കുറെ അല്ലാണ്ട് തന്നെ കേട്ടതാ. ഞാൻ കരിങ്കാലിയുടെ മകള്, ചെറുപ്പത്തിലെ കൊലയാളിയുടെ മകള്, ഇതൊക്കെ കേട്ട് വളർന്ന് എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പൊ പറയുന്നവര് പറഞ്ഞ് അവരുടെ ഒരു വിഷമം തീർക്കട്ടെ എന്നുള്ളൂ. എനിക്കൊരു പ്രശ്നമില്ല എന്ന് അവരോട് പ്രത്യേകം പറയണം. പിന്നെ ഈ പറഞ്ഞ ആൾക്കാരോട് ഒരു വാക്കുണ്ട്, മാനിഷാദ. നമ്മള് പറഞ്ഞില്ലേ, കാട്ടാള പരാക്രമ സ്ത്രീകളിലല്ല വേണ്ടത്. അതുകൊണ്ട് പെണ്ണുങ്ങളെ വെറുതെ വിട്ടേക്കും. ഈ വിഷയത്തിൽ എന്നോടൊപ്പം ചേരുന്നത് കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ്, ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ, ന്യൂസ് ഡെസ്കിൽ നിന്ന് ധന്യ വിശ്വമാണ്. 2 ദിവസമായി പത്മജ വേണുഗോപാലിന്റെ രാഷ്ട്രീയ മാറ്റമാണ് കേരളം ചർച്ച ചെയ്യുന്നത്. പത്മജയുടെ ഈ മാറ്റം കോൺഗ്രസിന് എത്രത്തോളം ക്ഷീണമാകും? ഒപ്പം ബിജെപിക്ക് എങ്ങനെയാണ് ഇത് നേട്ടമാകുക? LDFന് ഈ ഒരു രാഷ്ട്രീയ ആയുധം ഗുണം ചെയ്യുമോ? നവമിയിലേക്ക്. നവമി, ബിജെപിയിലേക്കുള്ള പത്മജയുടെ ചുവടുമാറ്റം അത് ബിജെപിക്ക് ഗുണകരമാകുമോ? അതുപോലെ തന്നെ ഈ ഒരു രാഷ്ട്രീയ ആയുധമായി ഉയർത്താൻ അത് LDFന് സഹായകരമാകുമോ? ഒപ്പം തന്നെ കോൺഗ്രസിന് എത്ര വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പത്മജ വേണുഗോപാലിന്റെ ഈ ഒരു ബിജെപി
ുള്ളൊരു പ്രവേശം അത് രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം അവർ പറയുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ കോൺഗ്രസിൽ ഒരു വനിത എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പ്രവർത്തക എന്ന നിലയിൽ തനിക്ക് നേരിട്ട അവഗണന, തന്നെ എത്രമാത്രം പിന്നിൽ നിന്ന് കുത്തി, തന്നെ തൃശ്ശൂരിൽ നിന്നൊക്കെ മത്സരിക്കുമ്പോഴും തനിക്ക് എത്രമാത്രം അവഗണന നേരിട്ടു എന്നത് വ്യക്തമായി തന്നെ അവർ തുറന്നു പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം തങ്ങൾ പരാതി പറയുമ്പോൾ അത് ആരോട് പറയണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലേക്ക് ഒരു നേതാവില്ലാത്തൊരു രീതിയിലേക്ക് കോൺഗ്രസ് മാറുന്നത് കോൺഗ്രസിന്റെ ഒരു അധപ്പതനത്തിന് മുന്നോടിയായിട്ടുള്ളൊരു കാര്യമായി തന്നെയാണ് പത്മജ വേണുഗോപാൽ ഇവിടെ ഉന്നയിക്കുന്നത്. BJP-യിലേക്ക് പോകാനുള്ള പ്രധാന കാരണം കൃത്യമായിട്ടുള്ള വ്യക്തമായൊരു നേതാവുണ്ട്, ഒരു നേതൃത്വമുണ്ട്. അതുകൊണ്ടാണ് താൻ BJP-യിലേക്ക് പോകുന്നതെന്ന് പത്മജ വേണുഗോപാൽ പറയുമ്പോൾ പോലും അത് കോൺഗ്രസിന് എത്രമാത്രം വലിയ കോൺഗ്രസ് അതിനെ ഈ പത്മജ വേണുഗോപാലിന്റെ ഈ ഒരു മാറ്റത്തെ നിസ്സാരമായി കാണുന്നു, അല്ലെങ്കിൽ അതിനെ മറ്റൊരു രീതിയിലേക്കാണ് ഈ പാർട്ടിയെ ചതിച്ചു എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് കാണുന്നെങ്കിൽ പോലും അത് എത്രത്തോളമാണ് കോൺഗ്രസിന്റെ ഒരു ചിന്ത, അതായത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഇത് എത്രമാത്രം ഒരു കൂടിയാലോചനകൾ അല്ലെങ്കിൽ ഒരു ചിന്ത എത്രമാത്രം വിപുലീകരിക്കണം എന്നുള്ളത് കൂടിയാണ് ഇവിടെ പ്രധാനമായും കാണുന്നത്. അതോടൊപ്പം തന്നെ CPM-നെ സംബന്ധിച്ച് അവരൊരു രാഷ്ട്രീയ ആയുധമായി തന്നെയായിരിക്കും ഇത് ഉന്നയിക്കുക. കാരണം തിരഞ്ഞെടുപ്പിന് അടുത്ത് നിൽക്കെ കോൺഗ്രസിലുള്ള നേതാക്കളെല്ലാം BJP-യിലേക്ക് പോകുന്നു. അതുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾ കോൺഗ്രസിന് തന്നെ വോട്ടിടണം എന്നൊരു ചോദ്യമായിരിക്കും CPM ഇവിടെ പ്രധാനമായും ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ തൃശ്ശൂരിലെ ഒരു രാഷ്ട്രീയം, തൃശ്ശൂരിലേക്ക് വരുമ്പോൾ അവിടെ മുരളീധരനെ അപ്രതീക്ഷിതമായി ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായിട്ടൊക്കെ അങ്ങോട്ടേക്ക് നിയോഗിക്കാൻ പോകുന്നു. അതൊക്കെ എത്രമാത്രമായിരിക്കും കോൺഗ്രസിന് ഗുണകരമാകുക എന്നതാണ് ഇനി നോക്കി കാണേണ്ടത്. എന്തായാലും പത്മജ വേണുഗോപാലിന്റെ ഈ ഒരു സ്ഥാനമാറ്റം അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ്. കോൺഗ്രസിനെ ഒരിക്കൽ കൂടി ചിന്തിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ്. സ്ത്രീകൾ നേരിടുന്ന അവഗണന, അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തകർ നേരിടുന്ന അവഗണന, ഇതൊക്കെ കൂടുതൽ ചിന്തിപ്പിക്കണം. ഈ വരുന്നൊരു തിരഞ്ഞെടുപ്പ് കോൺഗ്രസിന് വളരെ ശക്തമായ ഒരു പോരാട്ടം തന്നെയായിരിക്കും. കാരണം ഇനിയും പ്രവർത്തകർ BJP-യിലേക്ക് പോകുമെന്നാണ് പത്മജ വേണുഗോപാലും ഒപ്പം തന്നെ BJP-യിലെ നേതാക്കൾ അടക്കം പറയുന്നത്. അതുകൊണ്ട് കോൺഗ്രസിൽ ഇനി അത്തരത്തിലൊരു കൊഴിഞ്ഞുപോക്കുണ്ടാകാതെ പ്രവർത്തകരെ പിടിച്ചു നിർത്തുക, അല്ലെങ്കിൽ ഈ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യത്തിന് വേണ്ടിയുള്ളൊരു പരിഗണന നൽകുക, ഇതിന് വേണം കോൺഗ്രസിന് ഇനി ഊന്നൽ നൽകാൻ. ഇല്ലെങ്കിൽ പത്മജ വേണുഗോപാലിനെ പോലെ ഇനിയും കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ BJP-യിലേക്ക് പോകാനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. CPM-നെ സംബന്ധിച്ച് ഇത് വലിയൊരു രാഷ്ട്രീയ നേട്ടമായി തന്നെ, രാഷ്ട്രീയ ആയുധമായി തന്നെ ഉപയോഗിക്കുകയും ചെയ്യും. നവമി, അത് പറയുമ്പോഴും കോൺഗ്രസിൽ ഇത്രയധികം പ്രാധാന്യം കിട്ടിയ വനിതകൾ ഉണ്ടോ എന്നൊരു സംശയം നമുക്കുണ്ടാവും. കാരണം പത്മജ വേണുഗോപാൽ രാഷ്ട്രീയത്തിലെത്തുമ്പോൾ തന്നെ KTDC ചെയർപേഴ്സണായിട്ടാണ് അവർ വരുന്നത്. അതിനുശേഷം 3 തവണ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും അവർക്ക് സീറ്റ് ലഭിക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെയൊന്നും അവർക്ക് വിജയിച്ച് കയറാൻ സാധിച്ചിട്ടില്ല. അതാണ് ഈ നേതൃത്വം പറയുന്നത്. പക്ഷേ ഇതിനെല്ലാം ഇതിനെല്ലാം മറുപടിയായി പത്മജ വേണുഗോപാൽ ഉയർത്തുന്ന ഒരു കാര്യമുണ്ട്. തനിക്ക് സീറ്റ് നൽകിയത് പാർട്ടിയാണ്, പക്ഷെ തന്നെ തോൽപ്പിച്ചതും പാർട്ടി തന്നെയാണ്. എന്താണ്, പ്രത്യേകിച്ചും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഈ കാര്യം ഊന്നി പറയുന്നു. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു അവഗണന ഒരു സ്ത്രീക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഉണ്ടാകുന്നു? നവമി. സുവി, കോൺഗ്രസിന്റെ നമ്മളൊരു രാഷ്ട്രീയ അതിലെ പ്രത്യേകിച്ച് വനിതാ നേതാക്കളുടെ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇന്ദിരാഗാന്ധിയെ പോലെ ദേശീയ നേതാക്കൾ, ഇന്ദിരാഗാന്ധിയെ പോലെ, സോണിയാഗാന്ധിയെ പോലെ, പ്രിയങ്ക ഗാന്ധിയെ പോലെ കരുത്തരായ നിലപാടുകൾ ഉറക്കെ പറയുന്ന ഒരു നേതാക്കൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ എന്തായിരുന്നു കേരളത്തിലെ വനിതാ നേതാക്കളുടെ അവസ്ഥ എന്നത് വലിയ ചോദ്യമാണ്. ഇപ്പോൾ നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന എത്ര നേതാക്കളുണ്ട് കോൺഗ്രസിൽ? ഷാനിമാൻ ഉസ്മാനെ പോലെ ഉള്ള നേതാക്കൾ പലപ്പോഴും പാർട്ടിയിൽ നേരിടുന്ന അവഗണനയെക്കുറിച്ചൊക്കെ പലപ്പോഴും അടക്കമായും പൊതുവിടത്തിലുമൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം ഈ പാർട്ടി വിട്ട്
വേണ്ട രീതിയിലുള്ള പരിഗണന ലഭിക്കാതെ പാർട്ടി വിട്ടു പോകുന്ന പല വനിതാ നേതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ തന്നെ ലതിക സുഭാഷ് അടക്കം തലമുണ്ടനം ചെയ്യുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ പാർട്ടിയിൽ എന്തുകൊണ്ട് കോൺഗ്രസിലെ വനിതാ നേതാക്കൾക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന നൽകുന്നില്ല എന്നുള്ളൊരു ചോദ്യം വളരെ വലുതാണ്. ഇത്രയേറെ ഒക്കെ ഇപ്പൊ പത്മജ വേണുഗോപാലൊക്കെ BJP-യിലേക്ക് പോയ ഒരു അവസ്ഥയിലേക്ക് എന്തുകൊണ്ട് കോൺഗ്രസ് എത്തി എന്നുള്ളത് വലിയ ചോദ്യമാണ്. കാരണം അവർ തന്നെ പറയുന്നു, അവരുടെ ഭർത്താവ് ഇന്നലെ വേണുഗോപാലും നമ്മളോട് പ്രതികരിച്ചതാണ്. പാർട്ടിയിൽ നിന്ന് നേരിട്ട അവഗണന. തൃശ്ശൂരിൽ 2 തവണ സ്ഥാനാർത്ഥിയായി നിന്നു. പക്ഷേ ആ 2 തവണയും തന്നെ തോൽപ്പിച്ചത്, തന്റെ ഭാര്യയെ തോൽപ്പിച്ചത് പാർട്ടി തന്നെയാണ്. മറ്റാരും അവിടെ തോൽപ്പിച്ചിട്ടില്ല. പിന്നിൽ നിന്ന് കുത്തുകയാണ് ചെയ്തത്. വലിയൊരു മാനസിക സംഘർഷത്തിലായിരുന്നു. സ്വന്തം പാർട്ടി, സ്വന്തം അച്ഛൻ വളർത്തിയെടുത്ത ഒരു പാർട്ടി, ആ ഒരു പാർട്ടിയിൽ നിന്ന് പോലും തങ്ങൾക്ക് വേണ്ട നീതി ലഭിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് എന്തുകൊണ്ട് കോൺഗ്രസ് പോകുന്നു? അല്ലെങ്കിൽ കോൺഗ്രസിൽ തന്നെ ജനിച്ചു വളർന്ന ഒരു വനിതാ നേതാവിന് അവിടെ നിന്ന് വിട്ടുമാറേണ്ട ഒരു സാഹചര്യം എന്തുകൊണ്ട് വരുന്നു എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. സുവി, നമുക്ക് കുറച്ച് ആളുകളുടെ പ്രതികരണം കൂടി ചോദിക്കാം. അവരെങ്ങനെയാണ്, പൊതുജനങ്ങൾ എങ്ങനെയാണ് ഈ ഒരു പത്മജ വേണുഗോപാലിന്റെ നേതൃത്വത്തിന്റെ ഒരു പരിഗണന, സ്ഥാനാർത്ഥിത്വം ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും വിജയിപ്പിക്കുന്നതിൽ നേതൃത്വത്തിന്റെ ഒരു പരിഗണന കുറയുന്നു എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. പ്രത്യേകിച്ചും സ്വാതന്ത്ര്യം കിട്ടി 75-ാം വാർഷികമാണ്. ഒപ്പം ഈ വനിതാ സംവരണം 50% വനിതാ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യത്തിലേക്ക് ഇനിയും നമ്മൾ എത്തിയിട്ടില്ല. ഇപ്പോഴും പേരിനുള്ള സീറ്റുകൾ മാത്രമാണ് വനിതകൾക്ക് നൽകുന്നത്. ഇപ്പോൾ CPM സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു, 3 സീറ്റ് വനിതകൾക്ക് നൽകി. അതുപോലെ തന്നെ BJP-യും 3 സീറ്റ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ രമ്യ ഹരിദാസിന്റെ പേര് മാത്രമാണ് ആലത്തൂരിൽ ഉയർന്ന് കേൾക്കുന്നത്. ഇപ്പോൾ നവമി ദിനേശ് അവിടെയുള്ള നാട്ടുകാരോട് സംസാരിക്കുകയാണ്. ഞാനൊന്നും വേണ്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിൽ മെമ്പറിനോടല്ല, എൻ്റെ വീട്ടിൽ ഞാൻ പറയുന്നത് കോൺഗ്രസിന് ഇനി ഞാൻ വോട്ട് കൊടുക്കത്തില്ല. എനിക്കെന്താ ഒന്നും കിട്ടുന്നില്ല, ഒരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല. ഇപ്രാവശ്യം കുറേ കട്ടിൽ വിതരണങ്ങൾ ചെയ്തു, എനിക്ക് തന്നില്ല. എനിക്ക് മക്കളുമില്ല, ഭർത്താവും ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് ഒരാൾ താമസിക്കുന്ന. എനിക്ക് തരണ്ടിയുള്ള കട്ടിൽ വേറൊരു വീട്ടിൽ കൊണ്ടുപോയി വേറൊരു സ്ത്രീക്ക് കൊടുത്തു. അപ്പം ഞാൻ എൻ്റെ മനസ്സങ്ങ് വെറുത്തു. അപ്പോൾ ഇന്ന് ഞാൻ വോട്ട് ചെയ്യുവാന്ന് വെച്ചെങ്കിൽ ഞാൻ പിന്നെ BJP-ക്ക് ചെയ്യത്തുള്ളൂ. മറ്റൊരാളോട് കൂടി ചോദിക്കാം. ചേട്ടാ, ഈ പത്മജ വേണുഗോപാലിന്റെ BJP-യിലേക്കുള്ള ഒരു പ്രവേശനം കോൺഗ്രസിന്റെ ഒരു പതനമായി, അല്ലെങ്കിൽ കോൺഗ്രസിന് ഒരിക്കൽ കൂടി പുനർചിന്തനം നടത്തേണ്ട ഒരു സാഹചര്യമാണോ വരുന്നത്? അത് ഒരിക്കലും നമ്മൾ അംഗീകരിക്കത്തില്ല. ചെന്നിത്തലയുടെ മോൻ ഇപ്പം BJP-യിലോട്ട് കയറി, അവനാ സ്ഥാനാർത്ഥി. അത് ചെന്നിത്തലയുടെ മോൻ, അത് ഒരിക്കലും നമ്മൾ അംഗീകരിക്കരുത്. അംഗീകരിക്കാനില്ല. ഏറ്റവും നല്ല ഏതോ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന തന്നെ ഇതിനു വേണ്ടിയാണ്. രാഷ്ട്രീയമല്ല, ഇതൊരു പ്രസ്ഥാനമാണ്. അത് നമ്മൾ സൗഹൃദമാണ്. പക്ഷെ അവർക്ക് നേരിടുന്ന അവഗണന, അതായത് പാർട്ടിയിൽ നിന്ന് നേരിടുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ നേടുന്ന അവഗണന, പ്രത്യേകിച്ച് പാർട്ടിയിൽ നിന്ന് തൃശ്ശൂർ മത്സരിക്കുമ്പോൾ, അത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും നമുക്കല്ലേ വരത്തോട്, അവർക്ക് വരുന്നില്ലല്ലോ. അതാണ് നമ്മുടെ ഈ കൊച്ചിയാണെങ്കിലും എറണാകുളം ആണെങ്കിലും അവരെ രീതിയല്ല വരുന്നത്. അവൻ്റെ രീതി വന്നിരിക്കണം നമുക്ക്. എന്തായാലും ഈ പല ആളുകൾ പറയുന്നത് ഇത്തരത്തിൽ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്നൊക്കെ മാറിപ്പോകുന്നത് ശരിയായിട്ടുള്ള ഒരു രീതിയാണോ എന്നുള്ളൊരു ചോദ്യം കൂടി ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. എങ്കിൽ പോലും അവർ നേരിടുന്ന അവഗണന, പ്രത്യേകിച്ച് വനിത എന്നുള്ളൊരു രീതിയിൽ അവർക്ക് ഒരുപാട് തടയപ്പെടലുകൾ പലയിടങ്ങളിൽ നിന്നുണ്ടായി എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പത്മജ വേണുഗോപാൽ ഉന്നയിക്കുന്നത്. സുവി, ഇനിയിപ്പോൾ എന്തായിരിക്കും കോൺഗ്രസിന്റെ രാഷ്ട്രീയം? അവരെന്തായിരിക്കും ഇനി ഈ ഒരു രീതിയിൽ ഒരു പുനർചിന്തനം നടത്തേണ്ട ഒരു സാഹചര്യം അതിക്രമിച്ചില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ധന്യ വിശ്വം കൂടെ ചേരുകയാണ്. ധന്യ, നമുക്കറിയാം 75-ാം വാർഷികമാണ് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട്. ഒരു 50% സ്ത്രീ പ്രാതിനിധ്യം എന്നതിലേക്ക് നമ്മൾ ഇനിയും എത്തിയിട്ടില്ല. നാമമാത്രമായ സാധ്യതകൾ മാത്രമാണ് സ്ത്രീകൾക്ക് മുന്നിൽ ഓരോ പാർട്ടികളും തുറന്നിടുന്നത് എന്ന് നമുക്ക് പറയാം. ഈ ഇത്തരത്തിലുള്ള ഒരു പ്രാതിനിധ്യം, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്, ഈ ഒരു പ്രാതിനിധ്യം മതിയോ സ്ത്രീകൾക്ക്? സുവി, സ്വതന്ത്ര ഇന്ത്യ ഇന്ദിരാഗാന്ധിക്ക് ശേഷം മറ്റൊരു വനിതാ പ്രധാനമന്ത്രിയെ കണ്ടിട്ടില്ല. നമുക്കറിയാം എത്രത്തോളം വനിതാ നേതാക്കൾ ഇന്ത്യയിലുണ്ട്.
സുഷമ സ്വരാജ്, ജയലളിത, മമതാ ബാനർജി, സോണിയാഗാന്ധി, അങ്ങനെ ഒരുപാട് നേതാക്കൾ ഇവിടെയുണ്ട്. സോണിയാഗാന്ധിയൊക്കെ പ്രധാനമന്ത്രി സ്ഥാനത്തിന് അടുത്ത് വരെ എത്തിയ ആളാണ്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയം നമ്മൾ കാലങ്ങളായി കാണുന്നതനുസരിച്ചാണെങ്കിൽ ഇവിടെ വനിതകൾക്ക് എത്രത്തോളം പ്രാതിനിധ്യമുണ്ട്. ഇപ്പോൾ BJP അവകാശപ്പെടുന്നത് പോലെ വനിതാ സംവരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അവർ വനിതകൾക്ക് സ്ത്രീശക്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ടെങ്കിൽ പോലും എത്രത്തോളം അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 പേർ ഇപ്പൊ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ 3 പേർ ഇവരുടെ ലിസ്റ്റിൽ ഉണ്ടെങ്കിലും അതിൽ ഏതൊക്കെ സീറ്റിൽ ഇവർക്ക് ജയിക്കുമെന്ന് വിശ്വാസമുള്ള, ഇപ്പൊ LDF ആണെങ്കിലും UDF ആണെങ്കിലും BJP ആണെങ്കിലും ജയിക്കുമെന്ന് വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു സീറ്റിൽ നിർത്തുന്നുണ്ടോ സ്ഥാനാർത്ഥികളെ, വനിതാ സ്ഥാനാർത്ഥികളെ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. മറ്റൊന്ന്, ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം നമുക്കറിയാം മുഖ്യമന്ത്രി, ഇപ്പൊ തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട്ടിൽ ജയലളിത എത്ര വലിയ മികച്ച മുഖ്യമന്ത്രിയായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. അങ്ങനെ പരിശോധിക്കുമ്പോൾ സ്ത്രീ മുഖ്യമന്ത്രിമാർ ഭരണ മികവ് കാഴ്ച സമയത്തൊക്കെ ഈ സാക്ഷര കേരളത്തിലെ ഇല്ലെങ്കിൽ പുരോഗമന സമൂഹത്തിൽ വനിതാ മുഖ്യമന്ത്രിയെ കണ്ടെത്തുന്നതിൽ നമ്മളിപ്പോഴും അറച്ചു നിൽക്കുകയാണ്. നമുക്കൊരു വനിതാ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയാൻ പോലും കഴിഞ്ഞ തവണയൊക്കെ ശൈലജ ടീച്ചറിന്റെ പേരൊക്കെ പറഞ്ഞെങ്കിലും ആ പേര് പറച്ചിൽ ഒതുക്കുകയാണ് നമ്മളിവിടെ കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് വന്ന് നോക്കുമ്പോൾ. അപ്പോൾ ഇവിടെ ഓരോ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഞങ്ങൾ ഇത്ര സ്ത്രീകൾക്ക് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇത്ര സ്ത്രീകളുണ്ട്, ഇല്ലെങ്കിൽ ഇത്ര പേർക്ക് ഞങ്ങൾ അവസരം കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പം പഞ്ചായത്ത് തലത്തിലൊക്കെ വാർഡ് മെമ്പർമാരായൊക്കെ സംവരണത്തിന്റെ ഭാഗമായും ഒക്കെ ഒരുപാട് ജനപ്രതിനിധികൾ ഉണ്ടെങ്കിലും നേതൃസ്ഥാനങ്ങളിലേക്ക് ഇല്ലെങ്കിൽ ഭരണ തലത്തിലേക്കൊക്കെ വരുമ്പോൾ അവിടെ എന്തുകൊണ്ട് ഇല്ലാതാവുന്നു? ഇപ്പൊ നേരത്തെ സൂവി പറഞ്ഞതുപോലെ ഷാനിമോൾ ഉസ്മാന്റെ കാര്യം നമുക്കറിയാം. കോൺഗ്രസിൽ തന്നെ പല സ്ത്രീകളും കരഞ്ഞുകൊണ്ട് ലതിക സുഭാഷിനെ ഓർക്കുന്നു. അങ്ങനെ ഒരുപാട് പേര് നമുക്കറിയാം. അവസാനമാണ് ഈ പത്മജ എന്ന പേരിലേക്ക് എത്തുന്നത്. അപ്പം പത്മജയ്ക്ക് കേരള രാഷ്ട്രീയത്തിൽ BJP-കാരിയായ പത്മജയ്ക്ക് എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊന്നും അറിയില്ല. എന്റെ അഭിപ്രായത്തിൽ അതിനൊരു സാധ്യതയും കാണുന്നുമില്ല. കാരണം ഇപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രതികരിക്കുന്നത് പോലും പത്മജ കോൺഗ്രസിലുള്ളപ്പോഴും ഒരാവശ്യവുമില്ലാത്ത ഇല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഒരുപാട് സ്ഥാനങ്ങൾ കൊടുത്തിരുന്ന ഒരു നേതാവിന്റെ മകൾ എന്നതിനപ്പുറത്തേക്ക് വർക്ക് ഫ്രം ഹോം എന്ന് അവരുടെ തന്നെ സഹോദരൻ K. മുരളീധരൻ പറഞ്ഞ സ്ഥിതിക്ക് അതിനപ്പുറത്തേക്ക് നമ്മൾ പറയേണ്ട ആവശ്യം പോലുമില്ല. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് രാവിലെ നമുക്ക് അതിഥിയായി എത്തിയിരുന്ന കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി പറഞ്ഞത് വേസ്റ്റ് എന്ന അർത്ഥം വരുന്ന തരത്തിലാണ്. അതായത് കോൺഗ്രസിന് ആവശ്യമേ ഉണ്ടായിരുന്നില്ല, ആ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തക എന്ന് പോലും വിളിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥാനത്തായിരുന്നു. പക്ഷെ അവിടെ ലീഡർ K. കരുണാകരന്റെ മകൾ എന്ന രീതിയിൽ ഇല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം ഇവരിരുന്ന ഒരുപാട് സ്ഥാനങ്ങളുണ്ട്. ഇവർക്ക് കിട്ടിയ പലതവണയായിട്ട് കിട്ടിയിട്ടുള്ള ഇലക്ഷനുകളിൽ കിട്ടിയിട്ടുള്ള സ്ഥാനങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് അവർക്ക് ജയിക്കാനോ ഇല്ലെങ്കിൽ ഏതെങ്കിലും പദവിയിലോ ഇല്ലെങ്കിൽ ജനപ്രതിനിധിയായിട്ട് ഇരിക്കാനോ ഒന്നും സാധിച്ചില്ല എങ്കിൽ പോലും കോൺഗ്രസ് അവകാശപ്പെടുന്ന കാര്യങ്ങൾ അങ്ങനെയുണ്ട്. പക്ഷേ ഇവരെ അവിടെ എത്രത്തോളം ഉപയോഗിച്ചു ഇല്ലെങ്കിൽ ഇവർ അവിടെ പ്രവർത്തിച്ചിരുന്നു. അപ്പൊ 2 ഭാഗം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പത്മജയുടെ ഭാഗമാണെങ്കിൽ അവർ പുറത്തിറങ്ങി പ്രവർത്തിക്കുകയോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ആളുകളിൽ സ്വാധീനം ഉണ്ടാക്കാൻ ഇല്ലെങ്കിൽ ഒരു നേതൃസ്ഥാനത്ത് ഇരിക്കാനോ ഒന്നും പറ്റിയ കെൽപ്പുള്ള ആളായിട്ടൊന്നും കോൺഗ്രസിന് തോന്നിയിട്ടുണ്ടാവില്ല. അതായിരിക്കും ഒരുപക്ഷെ. പക്ഷേ അത് പറയുമ്പോൾ തന്നെ തൃക്കാക്കര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉമാ തോമസിന് സീറ്റ് നൽകിയ സാഹചര്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായും കോൺഗ്രസ് പറഞ്ഞിരുന്നത് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ തന്നെയാണ് നിർത്തുന്നത് എന്നായിരുന്നു. പക്ഷേ വലിയ തോതിലുള്ള വിമർശനം സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. കാരണം KSU കാലം മുതൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ ഉമാ തോമസ് KSU കാലത്ത് പ്രവർത്തിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഈ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നയാളാണ്. പിന്നീട് PT തോമസിന്റെ ഭാര്യ എന്ന രീതിയിലാണ് അവർ മത്സര രംഗത്തേക്ക് എത്തുന്നത്. അവർക്ക് വേണ്ടി സീറ്റ് പ്രത്യേകിച്ചും തൃക്കാക്കര പോലെ ജയിക്കുന്ന ഒരു സീറ്റ് മാറ്റിവെക്കുമ്പോൾ തങ്ങൾക്ക് അത് ലഭിക്കുന്നില്ല എന്നൊരു പരാതി പലപ്പോഴും നമുക്കറിയാം. ദീപ്തി മേരി വർഗീസ്, ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇവരുടെ ഭാഗത്തു നിന്നെല്ലാം തുറന്നു പറയാൻ സാധിക്കില്ല, പാർട്ടിക്ക് പുറത്തേക്ക് തുറന്നു പറയാൻ സാധിക്കില്ല. പക്ഷെ പലപ്പോഴും രഹസ്യമായെങ്കിലും ഈ വിവരങ്ങൾ മാധ്യമപ്രവർത്തകരോട് പങ്കുവെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഇപ്പോൾ ശരണ്യ സ്നേഹജൻ നമ്മോടൊപ്പം ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, നമുക്കറിയാം കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും എന്ന് പറയുന്ന പ്രശസ്തമായ മുദ്രാവാക്യം. ആ കാലങ്ങളിൽ ഗൗരി അമ്മ മുഖ്യമന്ത്രിയാകും എന്ന് തന്നെ വിശ്വസിച്ച ഒരു കാലഘട്ടമായിരുന്നു. പിന്നീട് എന്തുകൊണ്ട് അവർക്ക് അതിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല? ഒരു സ്ത്രീ എന്ന രീതിയിലുള്ള എന്ത് പരിമിതിയാണ് അവർക്കുണ്ടായിരുന്നത്? എന്താണ് ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് ഗൗരിയമ്മ എത്താതെ പോകാനുണ്ടായ സാഹചര്യം?
സുവി, കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും കരുത്തയായ വനിതാ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാളാണ് KR ഗൗരിയമ്മ. KR ഗൗരിയമ്മയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, കേരള ചരിത്രത്തിൽ ഇതുവരെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. ആദ്യഘട്ടത്തിൽ, അതായത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉയർന്നു കേട്ട ഒരു പേരാണ് കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൽ നിന്ന് അന്നുണ്ടായിരുന്ന KR ഗൗരിയമ്മ. KR ഗൗരിയമ്മയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഘട്ടം വരെ ഉണ്ടാവുകയും പിന്നീട് അവസാന ഘട്ടത്തിൽ അവർ തഴയപ്പെടുകയും നമുക്കറിയാം. പിന്നീട് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട് KR ഗൗരിയമ്മ പോകുന്ന ഘട്ടത്തിലേക്ക് വരെ എത്തി എന്നുള്ളതാണ്. KR ഗൗരിയമ്മ മുതൽ ഇങ്ങോട്ട് പരിശോധിക്കുകയാണെങ്കിൽ KK ശൈലജ വരെയുള്ള ഇടതുപക്ഷ നേതാക്കളുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിലും, ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള BJP നേതാക്കളുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിലും, ഷാനിമോൾ ഉസ്മാനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ ചരിത്രമൊക്കെ നോക്കുകയാണെങ്കിലും എല്ലാവർക്കും പറയാനുള്ളത് ഒരേ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സ്ത്രീ എന്നുള്ള രീതിയിൽ നേരിട്ട അവഗണനകളെ കുറിച്ച് അവർ തുറന്നു പറയേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് രാഷ്ട്രീയത്തിലെന്നല്ല, വിവിധ മേഖലകളിൽ അത്തരം സംഭവ വികാസങ്ങളുണ്ട്. നമുക്കറിയാം, ശോഭാ സുരേന്ദ്രൻ 7 മാസം മുമ്പ് നടത്തിയ ഒരു പ്രതികരണം, അതായത് കോഴിക്കോട് നടന്ന അവരുടെ മീറ്റിംഗിൽ അവർ വ്യക്തമാക്കിയത്, നട്ടലുള്ള ഒരാൾ തന്നെ മാറ്റി നിർത്താൻ നട്ടലുള്ള ഒരു നേതാവുണ്ട് എന്ന് താൻ കരുതുന്നില്ല, മറിച്ച് അങ്ങനെയുള്ള തന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വെള്ളം വെക്കുന്നവർ ആ വെള്ളം വാങ്ങി വെച്ചേക്കൂ എന്നുള്ള കൃത്യമായൊരു മറുപടി പറഞ്ഞുകൊണ്ട് ആ നേതൃത്വവുമായുള്ള ഭിന്നത അറിയിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരാൾ മുന്നോട്ട് വരികയാണ്. അത് തന്നെയാണ് ശോഭന ജോർജിനെ പോലെയുള്ള കോൺഗ്രസിൽ നിന്നുണ്ടായിരുന്ന ശോഭന ജോർജും ഏറ്റവും ഒടുവിലേക്ക് വരികയാണെങ്കിൽ പത്മജ അടക്കമുള്ള കാര്യങ്ങൾ. പത്മജയ്ക്ക് ഇപ്പോഴും പത്മജയെ പറയുന്നത് കെ കരുണാകരന്റെ മകൾ എന്നുള്ള ഒരു ഐഡന്റിറ്റിയിൽ തന്നെയാണ് പത്മജ അറിയപ്പെടുന്നത്. മറിച്ച് പത്മജ എന്ന സ്ത്രീയുടെ കരുത്തോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ രംഗത്തുള്ള അവരുടെ മികവുകളോ ഒന്നും എവിടെയും പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. യു പ്രതിഭയെ തന്നെ നമുക്ക് പറയാം. കായംകുളത്ത് നിന്നുള്ള യു പ്രതിഭ CPMന്റെ CPM MLA ആണ്. പക്ഷെ പ്രതിഭ നേരിട്ട പല ഘട്ടങ്ങളിലും പ്രതിഭ നേരിട്ടത് CPM പാർട്ടിക്കുള്ളിൽ തന്നെയാണെങ്കിലും ഇപ്പോഴും അവര് CPMനുള്ളിൽ ഏത് ഘടകമാണെന്ന് നോക്കിയാൽ അവർ വളരെ കുറഞ്ഞ തട്ടിലാണ് ഇപ്പോഴും ഇത്രയും കാലം സജീവമായ സംഘടനാ പ്രവർത്തനത്തിലും പാർലമെന്ററി രാഷ്ട്രീയത്തിലും ഉണ്ടായിരുന്ന പ്രതിഭ ഉള്ളത് എന്ന് തന്നെ നമുക്ക് പറയാം. പല പരിപാടികളിലും ഒഴിവാക്കപ്പെടുന്നു. പലപ്പോഴും അവർ പ്രതികരണങ്ങളുമായി ഫേസ്ബുക്കിൽ, നവമാധ്യമങ്ങളിലടക്കം അവർ പ്രതികരണങ്ങളുമായി വരുന്നു. എന്തുകൊണ്ടാണ് ഈ സ്ത്രീകൾ നവമാധ്യമങ്ങൾ പ്രതികരണങ്ങളുമായി വരുന്നു എന്നുള്ള ചോദ്യം ചോദിച്ചാൽ അവർക്ക് നേരത്തെ പത്മജിയുടെ വാക്കുകൾ തന്നെ നമുക്ക് കടമെടുക്കാം. അവരെ കേൾക്കാനോ അവരുടെ വിഷയങ്ങൾ പരിഹരിക്കാനോ ഒരു നേതൃത്വത്തിൽ നിന്ന്, പ്രത്യേകിച്ച് പുരുഷാധിപത്യമുള്ള സമൂഹത്തിൽ അത്തരമൊരു നേതൃത്വത്തിൽ നിന്നും ഒരു താങ്ങ് അവർക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ള. താങ്ങല്ല വേണ്ടത്, ഒപ്പത്തിനൊപ്പം കരുതാനുള്ള ഒരു മാനസിക വിശാലത പോലും ആർക്കുമില്ല എന്നുള്ളതാണ്. ചില ഉദാഹരണങ്ങൾ തന്നെ നമുക്കറിയാം. ലതിക സുഭാഷ് അതുപോലെ തന്നെ തലമുണ്ടനം ചെയ്ത് പ്രതിഷേധിക്കേണ്ടി വന്ന ഇടമാണ്. ഷാനിമോൾ ഉസ്മാൻ പല ഘട്ടങ്ങളിലും ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുപ്പിൽ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും വിജയസാധ്യത കുറഞ്ഞ സീറ്റുകളാണ് ഷാനിമോൾ ഉസ്മാനെ നൽകിയിരുന്നത് എന്നുള്ളതാണ്. പിന്നീടാണ് അരൂരിലേക്ക് വരികയും അരൂരിൽ അവർ വിജയിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ഈ പരിഗണന വരുമ്പോൾ എല്ലാ കാലത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും, അത് കോൺഗ്രസിനോ BJPക്കോ അല്ലെങ്കിൽ CPMനോ ഇടതുപക്ഷത്തിനോ എന്നല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നമുക്കറിയാം. KR ഗൗരിയമ്മയെ കുറിച്ച് പൂഞ്ഞാർ MLA ആയിരുന്ന PC ജോർജ് പറഞ്ഞ വാക്കുകൾ, അതായത് ഒരു കിളവി അല്ലെങ്കിൽ ആ രീതിയിലാണ് KR ഗൗരിയമ്മയെ പോലെയുള്ള ഒരു ചരിത്ര പ്രാധാന്യമുള്ള കേരളത്തിന്റെ നേതാവിനെ അദ്ദേഹം ആംബുലൻസ് പിടിച്ച് നടക്കുന്ന ഘട്ടത്തിൽ വിമർശനവുമായി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ വളരെ മോശം ഭാഷയിൽ വിമർശിച്ചു. അതുപോലെ തന്നെ VS അച്യുതാനന്ദനെയൊക്കെ, VS ഒക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ സിന്ധു ജോയിയെ പോലെയുള്ള ആളുകൾക്കെതിരെ, ലതിക സുഭാഷിനെതിരെ നടത്തിയ പരാമർശങ്ങൾ, ഏറ്റവും ഒടുവിൽ നമുക്കറിയാം KK ശൈലജയ്ക്കെതിരെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടത്തിയ പരാമർശം, K സുധാകരൻ പറഞ്ഞ വാക്കുകൾ, അതായത് KPCC പ്രസിഡന്റായിരുന്ന K സുധാകരൻ പറഞ്ഞത് പിണറായി ഭരിച്ചപ്പോൾ ഒരു ആണ് ഭരിക്കുമെന്നാണ് കരുതിയത്, ഇത് പെണ്ണുങ്ങളെക്കാൾ കഷ്ടമാണ് എന്ന് പറയുന്നത്. അതാണ് ഇവരുടെയൊക്കെ കാഴ്ചപ്പാട്. അതായത് ഈ ഏത് രാഷ്ട്രീയ രംഗത്താണെങ്കിലും അതിന്റെ ഏത് ഔന്നത്യത്തിൽ നിൽക്കുമ്പോഴും ആളുകളെ അല്ലെങ്കിൽ സ്ത്രീകളെ, ഒപ്പമുള്ളവരെ അംഗീകരിക്കാനോ അവർക്ക് കഴിവുകളുണ്ടെന്നും അവരുടെ കഴിവുകൾ പ്രകടമാക്കാൻ കഴിയുന്ന ഇടം അവർക്ക് നൽകാനോ ഇപ്പോഴും തയ്യാറാകാത്ത അത്തരം അരാജകത്വം നിറഞ്ഞ സാഹചര്യത്തിൽ തന്നെയാണ് നമ്മൾ ഈ വനിതാ ദിനത്തിലും കടന്നു പോകുന്നത്. ഈ വനിതാ ദിനമെന്നല്ല, എല്ലാ ദിവസങ്ങളും അങ്ങനെ തന്നെ എന്ന് തന്നെ നമുക്ക് പറയാം. CS സുജാതയെ പരിശോധിക്കൂ. ആലപ്പുഴയിൽ നിന്നുള്ള ഏറ്റവും മികച്ച, ഏറ്റവും കഴിവുകളുള്ള ഒരു വനിതാ നേതാവായിരുന്നു CS സുജാതയെ. ആദ്യഘട്ടത്തിൽ പരിഗണിച്ചതിനപ്പുറം CS സുജാതയെ എത്രമാത്രം പ്രയോജനപ്പെടുത്താനായി CPMന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. വിജയസാധ്യത കുറഞ്ഞ സീറ്റുകളിൽ അത്തരത്തിലുള്ള ഇടങ്ങളിൽ മാത്രം, അതായത് ആർക്കും എടുക്കാൻ വേണ്ടാത്ത സീറ്റുകളിലേക്ക്, ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അത്തരത്തിൽ ആർക്കും വേണ്ടാത്ത സീറ്റുകളിലേക്ക് പൊതുവെ പരിഗണിക്കുന്നത് സ്ത്രീകളെ എന്ന് തന്നെ നമുക്ക് പറയാം. പത്മജ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളും, പത്മജ രാഷ്ട്രീയമായി പോകുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായി മറ്റൊരു ശൈലിയിലേക്ക് പോകുമ്പോൾ അവരെ രാഷ്ട്രീയത്തെ രാഷ്ട്രീയം കൊണ്ട് നേരിടാതെ
സ്ത്രീ എന്ന നിലയിൽ വ്യക്തിഹത്യ ചെയ്യാനാണ് ശരണ്യ, ഇപ്പോഴും നമുക്ക് നമ്മുടെ യുവ സമയക്കുറവുണ്ട്. ഇപ്പോൾ നേതാക്കന്മാർ അടക്കം സ്പോട്ട് ലൈവ് ഇന്ന് വരുന്നത്. ചർച്ച ചെയ്തത് രാഷ്ട്രീയത്തിൽ സ്ത്രീകളോട് അവഗണനയോ എന്ന വിഷയമാണ്. പ്രത്യേകിച്ചും പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് ചേർന്ന ഒരു സാഹചര്യം നമുക്കറിയാം. എല്ലാ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലും സ്ത്രീകൾ ഏറ്റവും വലിയ സങ്കടത്തോടുകൂടി പറയാറുണ്ട്, ഞങ്ങൾക്ക് സീറ്റുകൾ ലഭിക്കുന്നില്ല, ആവശ്യത്തിന് ഉള്ള സീറ്റുകൾ ലഭിക്കുന്നില്ല എന്നൊരു സാഹചര്യം സ്ത്രീകൾ പറയാറുണ്ട്. ഇനി സീറ്റുകൾ ലഭിച്ചാലോ പരാജയപ്പെടുന്ന സീറ്റുകൾ മാത്രമാണ് ലഭിക്കുന്നത് എന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യം ലഭിച്ച് 75-ാം വാർഷികമാണ്. ഇപ്പോഴും 50% സ്ത്രീ പ്രാതിനിധ്യം എന്നത് ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും അത് സ്വപ്നമായി തന്നെ അവശേഷിക്കുന്നു. ഇപ്പോഴും ഉയർന്നു കേൾക്കുന്നത് തങ്ങൾക്ക് അവഗണന മാത്രമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും എന്നുമാണ്. സ്പോട്ട് ലൈവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.